ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സോയാബോൺ ഒരു ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ട ചേരുവകളാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതിനായിട്ട് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ നമ്മുടെ സോയാബീൻ, പിന്നെ നമുക്ക് ഉള്ളി, ചെറിയുള്ളിയാണ് വേണ്ടത്, പിന്നെ തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം നമ്മുടെ സോയാബീൻ ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം. 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അത് നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം അതെടുത്ത് അതേപോലെ നമുക്ക് വെള്ളം കളഞ്ഞ് ഒരു പച്ചവെള്ളത്തിലിട്ട് വെക്കാം. പച്ചവെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് മൊത്തം പച്ചവെള്ളത്തിലിട്ട് കഴിഞ്ഞ ശേഷം ചെറുതായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. അങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടതൊരു ചീഞ്ചട്ടിയാണ്. ചീഞ്ചട്ടി നമ്മൾ അടുപ്പേ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലൊരു വറ്റൽമുളക് ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് വഴറ്റുക. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം തേങ്ങാക്കൊത്ത് അതിലിടുക. തേങ്ങാക്കൊത്ത് അതിലിട്ട് നല്ല രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലിടുക. ഉള്ളി നല്ലോണം വഴറ്റി നല്ല രീതിയിൽ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ മസാല അതിൽ ചേർക്കുക. അതിൽ ചേർക്കേണ്ട മസാല എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഞാൻ എടുത്തിരിക്കുന്നത് മീറ്റ് മസാലയും ആണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അളവിനനുസരിച്ചുള്ള മസാല വേണം ഇടാനായിട്ട്. ഇട്ട് ആ മസാല നല്ലോണം ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീൻ അതിലിടുക. അതിലിട്ട് നല്ല രീതിയിൽ ഇളക്കി അതിലോട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടച്ച് വെക്കുക. ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുക. 2-3 മിനിറ്റ് നല്ല രീതിയിൽ അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ അടച്ച് വേവിച്ചതിന് ശേഷം അത് തുറക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ തുറന്നതിന് ശേഷം അതിന് ഒരു 2 സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നടുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് ആ വെളിച്ചെണ്ണ കിടന്ന് അതൊന്നുകൂടെ ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേന് നമുക്ക് നല്ലൊരു സ്മെല്ല് ഫീലാവും. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ ആ ഫ്ലെയിം ഓഫ് ചെയ്യുക. തുറന്നിട്ട് നിങ്ങളടുത്ത് ടേസ്റ്റ് നോക്കുക. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് അമ്മയ്ക്കാണ്. അമ്മ കഴിച്ചിട്ട് അത് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്ക് കമൻ്റായിട്ട് ഇടുക. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ.
സൂപ്പർ. എണ്ണ എടുത്തു.